ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുഗ്രഹ വിനോദിൻ്റെ കാര്യം പറയുന്നത് കേട്ട് സുജിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. ഏത് സമയം വിനോദിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് മഹേഷ് പ്രിയാമണിയുടെ അടുത്ത് വന്നിട്ട് പാചകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാണ് കേട്ടോ. ഇഷിതനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഇഷിതയ്ക്ക് സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മഹേഷ് തീരുമാനിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇഷിതയും മഹേഷും കൂടിയിട്ട് അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിത ആണെന്നുണ്ടെങ്കിൽ പ്രിയാമണിയുടെ അടുത്ത് മനസ്സ് തുറന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. എനിക്കൊരു മോള് മാത്രമല്ല, ഒരു മോനും കൂടി ഉണ്ട് അമ്മേ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് ആദ്യനെയും കൂടെ മോനായി കിട്ടിയതുകൊണ്ട്. ഇതേ സമയം ആദ്യമാണെന്നുണ്ടെങ്കിൽ ഇഷിതനെ സ്വപ്നത്തിലൊക്കെ കാണുന്നുണ്ട്. ഇഷിതനെ അമ്മയായിട്ട് വീണ്ടും വേണം എന്നുള്ളൊരു തോന്നലൊക്കെ സ്വപ്നത്തിലൊക്കെ ആദ്യക്ക് വന്നു തുടങ്ങിയാൽ അത് രജനിയോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതോ ഒരാൾ എൻ്റെ അമ്മ വേറെയാണ്, ഏതോ ഒരാൾ എൻ്റെ സ്വപ്നത്തിൽ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഇഷിതയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ വേറെ ആരെയും കിച്ചണിൽ കയറ്റുന്നില്ല. മഹേഷ് തന്നെ ഇഷിതയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രിയാമണിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിൽ വന്നിട്ട് കുക്ക് ചെയ്യണത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുജിയാണെന്നുണ്ടെങ്കിൽ ഇഷിതനോട് പറയുകയാണ്, വിനോദിൻ്റെ കാര്യമാണ് ഏത് നേരം നോക്കിയാലും അനുഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അവളെ ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വേസ്റ്റ് ബിന്നിൽ നിന്ന് ഒരു ചെറിയൊരു സ്ലിപ്പ് ഇഷിതയുടെ കയ്യിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ നോക്കുന്നുണ്ട്. അത് എഴുതിക്കൊണ്ടെന്നാണ് കേട്ടോ. പാചകം ചെയ്യേണ്ട രീതി എന്തൊക്കെയോ പ്രിയാമണിയുടെ അടുത്ത് നിന്ന് എഴുതിക്കൊണ്ട് വന്നിട്ട് അതാണ് വേസ്റ്റ് ബിന്നിൽ ഇട്ടതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മഹേഷ് അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് ഇഷിതയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇഷിതയും മഹേഷും അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, ഞാൻ നന്നായിട്ട് ഫുഡ് വയ്ക്കില്ല എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്, ഇപ്പം എന്തായി? ഞാനൊരു ചായ ഉണ്ടാക്കിയത് അന്ന് അമ്മയുടെ അടുത്തുനിന്ന് തന്നെയാണ്, അത് ശരി സമ്മതിച്ചു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എൻ്റെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയിരുന്നുകൊണ്ട് ഇഷിത മഹേഷിന് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വിനോദിനെയാണ്. മന്ത്രി ചോദിക്കുകയാണ്, ഡോക്ടർ ഇഷിത വിനോദിൻ്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണെന്ന് തുറന്ന് പറയുന്നതൊക്കെയാണ് കേട്ടോ പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.